ജയ് ജിഷു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മെച്ചുക. അരുണാചൽ മിഷന്റെ അതിസുന്ദരമായ ശുശ്രൂഷ മണ്ഡലങ്ങളിലൊന്നാണ് മെച്ചുക. വിവിധ ഗോത്രവിഭാഗങ്ങൾ പാർക്കുന്ന ഒരു ചെറിയ പട്ടണം. അരുണാചൽ മിഷൻ, ഗോസ്പെൽ ഓൺ ദ മൗണ്ടൻസ്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 6500 അടി ഉയരത്തിലാണ്. ഇവിടെ സാധാരണ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മഞ്ഞാവും. ഇത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ മിലിറ്ററിയുടെ പ്രസൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ക്രൈസ്തവർ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്നുള്ള വൈദികരൊക്കെ ഇവിടെ വന്ന് അനേകം ക്രിസ്തു ഭക്തർ ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പുതിയതായിട്ടൊരു പാരിഷ് ലഭിക്കുകയാണ്. അവിടെ പഴയ പള്ളിയുണ്ട്. ഇത് പുതിയ പള്ളി പണിയുന്നതിനായിട്ട് തറക്കല്ലിടുന്ന ഒരു ചടങ്ങ് കൂടെ ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് കാണാം ഇവരുടെ വേഷവിധാനങ്ങളൊക്കെ പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഓരോ ട്രൈബിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർ പല ട്രൈബിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് പല കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. പല ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ട്. ആദി സമൂഹത്തിൽപ്പെട്ടവരുണ്ട്, മറ്റ് ബൊക്കർ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അതുപോലെ വിവിധ ട്രൈബിൽപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവർ. അവർ സംസാരിക്കുന്ന ഭാഷകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേഷങ്ങളും നമുക്ക് കുറേ വ്യത്യസ്തമൊക്കെ കാണാൻ പറ്റും. നോർത്ത് ഈസ്റ്റിൻ്റെ ആകെയുള്ളൊരു പ്രത്യേകത ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. അവരുടെ വ്യത്യസ്തമായ ട്രൈബുകൾ, വ്യത്യസ്തമായ ലാംഗ്വേജ്, വ്യത്യസ്തമായ കൾച്ചർ, വ്യത്യസ്തമായ ഡാൻസും മറ്റ് കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്കിവിടെ കാണാം. നമ്മുടെ പിതാവിനെ സ്വാഗതം ചെയ്യാനായിട്ട് അവർ പ്രത്യേക ഡാൻസ്, പുളുങ് ഡാൻസ് എന്ന് പറയുന്ന ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവരവർ തയ്യാറാവുന്നു. അവരുടെ പാട്ടുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിതാവ് കടന്നു വരുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ നേതൃത്വം വഹിക്കാനായിട്ട് പിതാവ് കടന്നു വരുന്നുണ്ട്. അവരൊരു മാലയിട്ട് പിതാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോഴവർ അവരുടെ ഡാൻസ് തുടങ്ങും. അതൊരു ആൾക്കാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡാൻസാണത്. പിതാവിനെ സ്വാഗതം എന്നാണ് അവർ പറയുന്നത്. ഇന്നിവർ അവരുടെ മുഴുവൻ വേഷവിധാനങ്ങളും ഇല്ല. ഇവരിവിടെ ഒത്തിരി പണിയെടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഈ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ വേഷവിധാനം അവരിപ്പോൾ ധരിച്ചിട്ടില്ല. പിന്നീടുള്ള പ്രോഗ്രാമുകൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നടന്നു വരുന്ന വിശിഷ്ടാതികൾ നടന്നു വരുന്ന 2 വഴികളിൽ സൈഡായിട്ട് നിന്നിട്ടാണ് ഇവർ സാധാരണയായി ചെയ്യാറ്. ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് ഒരു റൗണ്ട് അടിച്ച് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള കുട്ടികളാണ് നമ്മൾ കാണുന്നത്. അവരും വളരെ ആഘോഷത്തിലാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ വേഷം നമ്മൾ കാണുന്നത് കേരളത്തിലെ ഒരു വേഷമാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ അച്ഛന്മാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് വളരെ ആഘോഷമായിട്ട് ആദ്യ കുർബാന സ്വീകരണമൊക്കെ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു ദിവസത്തിനായിട്ട് ഇവർ കാത്തിരിക്കുന്നു. നമുക്കും ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ അച്ഛന്മാരൊക്കെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ കുർബാനയ്ക്കായിട്ട് പോവുകയാണ്. നന്ദി ബിജു അച്ഛ. അരുണാചൽ മിഷന്റെ ചരിത്രം അനേകം മിഷണറിമാരുടെ ത്യാഗോജ്വലമായ സേവനങ്ങളാൽ സമ്പന്നമാണ്. അതിൽ ഈ പ്രദേശത്തേക്ക് ആദ്യമായി കടന്നുവന്നത് സലേഷ്യൻ വൈദികനായ ഫാദർ ജോബ് കല്ലറയ്ക്കൽ 1981-ലാണ്.
പിന്നീട് സുവിശേഷത്തിന്റെ തിരയിളക്കം ഇവിടെ ആഞ്ഞടിച്ചത് ബ്രദർ പ്രേംഭായിയുടെ വരവിലൂടെയായിരുന്നു. അന്നൊക്കെ മിഷണറിമാർ ഇവിടുത്തെ കൊടും തണുപ്പിൽ ഒരു ദിവസം 30-40 കിലോമീറ്ററുകൾ നടക്കും. അങ്ങനെ ദിവസങ്ങളോളം അരുണാചലിലെ അപകടം നിറഞ്ഞ മലമടക്കുകളിലൂടെ നടന്നായിരുന്നു ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. നടന്ന് ക്ഷീണിക്കുമ്പോൾ വഴിയിലുള്ള ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിലായിരിക്കും മിഷണറിമാർ വിശ്രമിക്കുക. പുലർച്ചെ യാത്ര തുടരുമ്പോൾ ആ ഗ്രാമത്തിലെ യുവജനങ്ങൾ മിഷണറിമാരെ അനുഗമിക്കുമെന്നാണ് പറയുന്നത്. എന്തിനാണെന്നോ? സുവിശേഷം ശ്രവിക്കാൻ. ദേവാലയത്തിലേക്കുള്ള ഈ യാത്ര കാണുമ്പോൾ അന്നത്തെ അപ്പസ്തോല യാത്രയുടെ അനുസ്മരണമായിട്ട് തോന്നിപ്പോകും. पिता और पुत्र और पवित्र आत्मा के नाम पर हमारे प्रभु यीशु क्रिस्त की कृपा അനേകം ദൈവമക്കളുള്ള മെച്ചുക്കയിലെ ഈ ദേവാലയത്തിൽ കാലുകുത്താൻ പോലും സ്ഥലം അവശേഷിക്കാതെ ഇവർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് വലിയ പ്രത്യാശയോടെയാണ്. ഒരു പുതിയ ദേവാലയത്തിനു വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിച്ചു പോരുകയാണ് ഇവർ. നേരം വെളുക്കുമ്പോൾ ഇവർ ഇവിടെ എത്തി ഉരുളൻ പാറകൾ ശേഖരിച്ചു കൊണ്ടുവന്നിടും. ദേവാലയ നിർമ്മാണത്തിനുള്ള മറ്റ് സാമഗ്രികളെല്ലാം തന്നെ ദൈവം തരുമെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഇവർ അധ്വാനിക്കുന്നത്. ഈ പാറകൾ പോലും അവിടുന്ന് നൽകിയതാണെന്ന് ഇവർ പറയും. വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടി നദിയിൽ അടിഞ്ഞുകൂടിയ ഈ ഉരുളൻ പാറകൾ തങ്ങളുടെ പുതിയ ദേവാലയ നിർമ്മാണത്തിനു വേണ്ടി ദൈവം നൽകിയതാണെന്ന് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം ദൃഢതയായിരിക്കും ഇവരുടെ വിശ്വാസത്തിന്. അതിതീക്ഷ്ണമായ ഇവരുടെ വിശ്വാസത്തിന് കരുത്തു പകർന്നത് പ്രതിസന്ധികളെ ദിവസവും അതിജീവിച്ച് ശീലിച്ച അരുണാചൽ മിഷണറിമാരിൽ നിന്നാണ്. ഓരോന്നോരോന്നായി ക്ഷമയോടെ അധ്വാനിച്ചു സ്വരുക്കൂട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ പാവപ്പെട്ടവരുടെ മനസ്സ് പതറിപ്പോകാറുമുണ്ട്. തങ്ങൾ സ്വപ്നത്തിൽ മെനഞ്ഞ ആ ദേവാലയം ഇനി സാധ്യമാകുമോ എന്നൊക്കെ വിചാരിച്ചും പോകാറുണ്ട്. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവാൽ ജ്വലിച്ചു നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുണ്ടാകും ഇവരുടെ ആവേശത്തെ ആളിക്കത്തിക്കാൻ. ആ ആവേശത്തിൽ ഇവർ വീണ്ടും അധ്വാനിച്ചു തുടങ്ങും. സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആ ദേവാലയത്തിനു വേണ്ടി. നമുക്ക് ഈ ഡിസൈൻ കണ്ടാൽ ഒരുപക്ഷെ ഒന്നും തോന്നില്ലായിരിക്കാം. ഇങ്ങനെയൊരു ദേവാലയം ജീവിതത്തിൽ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത അഭിലാഷമാണ് ഇത്. ഒരു ചെറുകൂന മെറ്റലും തയ്യാറാക്കി ദൈവം നൽകിയ സ്വപ്നത്തിന് നിറം പകരാൻ ഈ ചെറിയ കൂടാരത്തിൽ കൂടിയിരിക്കുകയാണ് ഒരു പുതുപുത്തൻ പന്തക്കുസ്ത അനുഭവത്തിനു വേണ്ടി. താത്തോയിലെ ഹോളി ഏഞ്ചൽസ് ഇടവക വിഭജിച്ച് പുതിയതായി രൂപപ്പെടുന്ന മെച്ചുക്കയിലെ സെയിന്റ് തോമസ് ഇടവകയുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള രൂപതാ അധ്യക്ഷന്റെ ഡിക്രിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ചക്കാലക്കൽ അച്ഛൻ ഇപ്പോൾ വായിക്കുന്നത്. ഇവിടുത്തെ ഒരു ഇടവകയ്ക്ക് ചിലപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയുടെ വിസ്തൃതിയൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ ഇവിടുത്തെ മിഷണറിമാരുടെ കർമ്മമണ്ഡലത്തിന്റെ വ്യാപ്തി എത്രമാത്രമായിരിക്കുമെന്ന് ഊഹിച്ചാൽ തന്നെ അതിശയിച്ചു പോകും. സ്വർഗൻ രൂപം കൊടുത്ത ഈ ഇടവകയുടെ പ്രഥമ വികാരിയായി ബഹുമാനപ്പെട്ട സാബു ജോസഫ് മാമ്പള്ളിലച്ചനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചക്കാലക്കൽ അച്ഛൻ ഇപ്പോൾ വായിക്കുന്നത്. ഒരു ഇടവക വികാരിയെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഥമമായ ഉത്തരവാദിത്തമാണ് നിങ്ങളെ വിശ്വാസം പഠിപ്പിക്കുക, അതിൽ ഉറപ്പിക്കുക എന്നത്. അതിന് ആദ്യമായി അദ്ദേഹത്തിന് വിശ്വാസമുണ്ടാകും. ഇപ്പോൾ അദ്ദേഹം ആ വിശ്വാസം സമൂഹത്തിൻ്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്. ഇപ്പോൾ ഫാദർ സാബു വിശ്വാസ പ്രമാണം ഹിന്ദി ഭാഷയിൽ ചൊല്ലുന്നു. और पवित्र आत्मा के द्वारा कुंवारी मरियम से शरीर
धारण कर मनुष्य बन गया है। वह मर गया और गधा गया और മെച്ചുക്ക ഇടവകയിലെ പ്രഥമ വികാരിയായി സ്ഥാനമേൽക്കുന്ന സാബുവച്ചനെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. प्रस्तुत होता है। पिता और पुत्र के साथ साथ उसकी आराधना और കഠിനമായ മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ സുന്ദരവും നിർമ്മലവും സ്നേഹവും വിനയവും നിറഞ്ഞ് ഇടവക ജനത്തെ നയിക്കുന്നത് കണ്ട ഇവിടുത്തെ ഇടവക ജനത്തിന് ക്രിസ്തുവിന്റെ സാദൃശ്യം ദർശിക്കാൻ സാധിക്കട്ടെ. അദ്ദേഹം ഈ ബലിപീഠത്തിലാണ് ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ ബലിപീഠവും ചുംബിക്കുന്നു. അദ്ദേഹത്തിന് പള്ളിയുടെ താക്കോലും നൽകുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഇടവകയെ നയിക്കുക എന്നത്. കേട്ടതുപോലെ ഈ താക്കോൽ ദേവാലയത്തിന്റെ കവാടത്തിൻ്റെതല്ല. ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന പരിശുദ്ധ കുർബാനയെ അടക്കം ചെയ്തിരിക്കുന്ന ദിവ്യ സക്രാരിയുടേതാണ് ആ താക്കോൽ. ഫാദർ സാബുവിനെ സഹായിക്കുവാനായി ഒരു അസിസ്റ്റന്റ് വികാരിയെയും കൂടി നിയമിക്കുന്നു. John Gadrigudian, by the grace of God and favor of the Apostolic See, Bishop of Vidalia. Greetings and blessings to the Reverend and beloved fellow worker in Christ, Father Varghese Philip. By virtue of this letter, I appoint you as Assistant Parish Priest, St. Thomas Church, Mechuka, with all faculties, duties, rights. ബഹുമാനപ്പെട്ട വർഗീസ് ഫിലിപ്പച്ചനെ അസിസ്റ്റന്റ് വികാരിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചക്കാലക്കലച്ചൻ വായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒരു ഇടവക എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾ കാണുകയായിരുന്നു. ഇടവക ഒരു കുടുംബമാണ്. നമ്മുടെ വിശ്വാസികളുടെ ഒരു കുടുംബമാണ്. ഇടവക രൂപീകരിക്കുമ്പോൾ പലരും വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു സ്കൂളും സിസ്റ്റേഴ്സിനെയും കൂടി തരിക എന്ന്. ഒരു ഇടവക തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ തുറക്കുക എന്ന് കരുതുന്നവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഇടവക തുടങ്ങുക എന്ന് പറയുമ്പോൾ സ്കൂൾ തുടങ്ങുന്നു എന്നല്ല. അങ്ങനെയല്ല നാം അതിനെ മനസ്സിലാക്കേണ്ടത്. സ്കൂൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാൽ ഇടവക വികാരിയുടെ ഉത്തരവാദിത്തം ഇടവകയെ നയിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇതാണ് നിങ്ങളുടെ ഇടവക. ഈ ഇടവകയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഇതിനെ നന്നായി നോക്കുക, ഇതിനെ നന്നായി നയിക്കുവാൻ പരിശ്രമിക്കുക. ജയ് ജിസു. ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുമക്കളും അവരുടെ രക്ഷിതാക്കളും കാഴ്ച സമർപ്പിക്കുന്ന സമയമാണിത്. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. നമുക്കേറെ പരിചിതമായ ഈ വരികളാണ് പാടുന്നതെന്ന് മനസ്സിലായത് അതിൻ്റെ ഈണം കേട്ടപ്പോഴാണ്. ഇവിടെ ഇവർക്കു മധ്യേ ഇരുന്ന് കേട്ടപ്പോൾ ആത്മീയമായ ദിവ്യ അനുഭൂതിയാണ് അനുഭവപ്പെട്ടത്. വാസ്തവത്തിൽ ടിൻഷീറ്റ് കൊണ്ടുമേഞ്ഞ ഈ ചെറിയ ദേവാലയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രതീതി. അഭൗമികമായ ദിവ്യത്വം കുഞ്ഞുങ്ങളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ആത്മാവിന്റെ ജ്വലനമായിരുന്നു അത്. വിശുദ്ധിയുടെ തൂവെള്ള വസ്ത്രം ശരീരത്തിൽ മാത്രമല്ല ആത്മാവിലും അണിഞ്ഞുകൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണല്ലോ ഈ മക്കൾ. നിത്യപുരോഹിതനായ ഈശോയുടെ ആഗമനം ആത്മീയമായി അനുഭവിച്ച നിമിഷങ്ങൾ. ഇവരുടെ വിശ്വാസത്തിലൂടെയുള്ള വിശുദ്ധിയുടെ ആദ്യ ചുവട് വയ്ക്കാൻ പ്രാർത്ഥനയിലും കുമ്പസാരത്തിലും വ്യാപൃതരായിരുന്നു ഈ ദിനങ്ങളിലെല്ലാം ഈ കുഞ്ഞുമക്കൾ. കർത്താവിനെ ആദ്യമായി രുചിച്ചറിയാൻ പോകുന്ന നിമിഷങ്ങൾ.
ഒരു ക്രിസ്ത്യാനിക്കും ഒരിക്കലും അങ്ങനെ അങ്ങ് മറക്കാനാവില്ല ഈ ഒരു നിമിഷത്തിൽ ആദ്യമായി അനുഭവിച്ച നിഗൂഢമായ ആത്മീയ ആനന്ദം. അതാണ് ഈ കൂദാശയുടെ പരമമായ രഹസ്യം. ഇനി ഈ മക്കൾ കർത്താവിൻ്റെ മാത്രം സ്വന്തം. മരണത്തിനു പോലും വേർപെടുത്താൻ പറ്റാത്ത ഒരു ബന്ധത്തിന്റെ പുത്തൻ തുടക്കം. സ്വർഗത്തിലെ മാലാഖമാർക്ക് പോലും മനുഷ്യരോട് അസൂയ തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് ഇതെന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. ദിവസവും ഒന്ന് സ്പർശിക്കാനും എന്തിന് രുചിക്കാൻ പോലുമുള്ള രൂപത്തിൽ മനുഷ്യർക്ക് മാത്രമേ അനുവദിച്ചു നൽകിയിട്ടുള്ളൂ. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന ബോധ്യത്തോടെ നന്ദിപൂർവം ശേഷിക്കുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ദിവ്യകാരുണ്യത്തെ നുകർന്നുകൊണ്ട് ജീവിക്കാം. അതോടെ അടിമുടി മാറുന്ന നമ്മുടെ ജീവിതം കണ്ട് ലോകം വിശേഷിപ്പിക്കും ഭൂമിയിലെ മാലാഖമാരെന്ന്. അത്രയ്ക്ക് സ്വാതന്ത്ര്യമാണ് മനുഷ്യന് ദൈവം വില കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ അണിചേർന്ന് നിൽക്കുന്ന ഈ കുഞ്ഞു മാലാഖമാരുടെ ഭവനത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള ആർഭാടമായ ആഘോഷങ്ങളില്ല, ആൾക്കൂട്ടമില്ല, വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങളൊന്നുമില്ല. ഇവർക്ക് മുതൽക്കൂട്ടായിട്ട് ഒന്നു മാത്രം കൈവശമുണ്ട്: ഇന്ന് സ്വീകരിച്ച കർത്താവിനെ. ഇതു മതി ഞങ്ങൾക്ക് എന്ന ഭാവത്തോടെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കുഞ്ഞുമക്കൾ. പരിശുദ്ധാത്മാവ് നൽകുന്ന ചങ്കൂറ്റവും ആത്മധൈര്യവും ഏതു പ്രതിസന്ധിയിലും പതറാതെ കർത്താവിൻ്റെ സുവിശേഷവാഹകരായി അർത്ഥപൂർണമായ ജീവിതം നയിക്കും എന്ന ഉറപ്പോടെ. ഇവിടെ ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന പ്രമുഖർ മെച്ചുക്കയിലെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രതിനിധികളാണ്. ഇന്നത്തെ ചടങ്ങിന്റെ മുഖ്യ അതിഥികളായിട്ടാണ് ഇവിടെ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണ ആവശ്യത്തിനു വേണ്ടിയുള്ള സംഭാവന മെച്ചുക്ക ഇടവകയിലെ കാറ്റക്കിസ്റ്റിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ആതിഥ്യം സ്വീകരിച്ചത്. മിഷണറിമാർക്കും ഇടവക ജനങ്ങൾക്കുമൊപ്പം ഏതാവശ്യത്തിനും കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകാനും ഇവർ മറന്നില്ല. പുതിയ ദേവാലയ നിർമ്മാണത്തിന്റെ തറക്കൽ ആശീർവദിക്കുന്ന സമയമാണിത്. ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ സ്വപ്നം എത്രയും വേഗം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദേവാലയത്തിന്റെ തറക്കല്ല് അനാവരണം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇടവക വികാരിയായ സാബു അച്ചൻ ക്ഷണിക്കുന്നു. ഈ മഹത് ചടങ്ങ് നിർവഹിക്കാൻ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA അസാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് നിയോഗം ലഭിച്ചത്.
ആത്മീയതയുടെ വൻ ആഘോഷത്തിനാണ് മെച്ചുക്കയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇടവക ജനങ്ങളെ കൂടാതെ മെച്ചുക്കയിലെ മറ്റു പ്രമുഖരെയും സഹകരിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സന്തോഷത്തിന്റെ പ്രാധാന്യം എത്രമാത്രമെന്ന് സമൂഹത്തിനും ഈ പ്രദേശത്തിനും മിഷണറിമാർ നൽകിയത്. ഇന്നത്തെ ആഘോഷം ഏതായാലും വളരെ മനോഹരമായിട്ട് നടന്നല്ലോ അച്ഛാ. വലിയ സന്തോഷം, നല്ലൊരു അനുഭവമായിരുന്നു അത്. ഇന്ന് ദൈവാനുഗ്രഹത്താൽ എല്ലാം നന്നായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയതായിട്ട് രൂപം കൊണ്ട സെൻറ് തോമസ് ഇടവക, മെച്ചുക്കയിലെ സെൻറ് തോമസ് ഇടവകയുടെ സമീപത്താണ്. നമ്മളോടൊപ്പം ഉള്ളത് ഫാദർ ഇമ്മാനുവൽ മാപ്പിളപ്പറമ്പിൽ. അച്ഛൻ MSF സഭയുടെ നോർത്ത് ഈസ്റ്റ് പ്രൊവിൻസിലെ ദിബ്രൂഗർ റീജിയൻ്റെ സുപ്പീരിയറാണ്. ഒരു കാലഘട്ടത്തിൽ ഈ മേഖലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്, സുവിശേഷ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് MSF സഭാംഗങ്ങളാണ്. ഓരോ കാലഘട്ടത്തിൽ ഇത് വളർന്നതിനനുസരിച്ച് ഓരോ ഇടവകകൾ രൂപപ്പെട്ടു. ഇത് വളരെ മനോഹരമായിട്ട് MSF സഭാ സമൂഹം ഇതിനെ കൊണ്ടു നടന്നു. തീർച്ചയായിട്ടും അച്ഛനതിൽ വളരെ സന്തോഷമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരു പുതിയ രൂപപ്പെട്ട ഈ നിമിഷത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ മിഷണറീസ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് MSFS അച്ഛന്മാർ നോർത്ത് ഈസ്റ്റിൽ 1975 വന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ ടെസ്പൂർ ഡയസിസിൽ ലക്കിംപൂർ മുതൽ ജോനായി വരെയുള്ള ആ ഡിസ്റ്റൻസിൽ ഞങ്ങൾ 5 ഇടവകൾ തുടങ്ങി. അവിടെ എല്ലായിടത്തും ഞങ്ങൾ ഹോസ്റ്റൽസ് തുറന്നു. ഹോസ്റ്റൽസിൽ ഉണ്ടായിരുന്നത് മിക്കവരും ഏകദേശം 90% എല്ലാവരും ഈ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. ഒരുപക്ഷെ അതിനു വേണ്ടി ഈ അരുണാചൽകാരെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് അത് ചെയ്തത്. അതായിരുന്നു ഞങ്ങളുടെ ഫോക്കസ് ഗ്രൂപ്പ്. അരുണാചലിലെ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് അവിടെ എഡ്യൂക്കേഷന് വന്നു. ത്രൂ ദെയർ പേരൻസ്, അവരുടെ പേരൻസിൽ കൂടി ഞങ്ങൾക്ക് അരുണാചലിൽ പ്രവേശിക്കാൻ പറ്റി. അന്നേരം 1980s മുതൽ ഞങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് ഈ ഏരിയയിൽ, പ്രത്യേകിച്ച് സിയാങ് ഡിസ്ട്രിക്ട്സിൽ ഞങ്ങൾ ടൂർ ചെയ്തു. പ്രത്യേകിച്ച് ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നത്. ഏതാണ്ട് മൂന്ന് പ്രദേശങ്ങൾ ഏതാണ്ട് ചൈന ബോർഡർ ആണല്ലേ? തുത്തിങ്, മണിഗോങ്, മെച്ചുക്ക ആറ് ബോർഡ്. അത് ബോർഡ് ഏരിയാസാണ്. 90s ആദ്യമായിട്ട് ഞങ്ങൾ സിൽപ്പതാറിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ടൂറിങ്ങിന് വന്നത്. ഞങ്ങളുടെ ഫാദർ ബെർണാഡ് സംഗ്മ MSFസിൽ നിന്ന് ആദ്യം വന്ന് ഇവിടെ. അതിന് മുമ്പ് പ്രേംബായി, സിസ്റ്റർ ദൊരത്തി ആൻഡ് എവരിതിങ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഈ ഏരിയ മുഴുവൻ പാസ്റ്ററൽ കെയർ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛനും ഈ ഒരു ഭാഗത്ത് ആ കാലഘട്ടത്തിൽ ഞാൻ 94 മുതൽ 96 വരെ സിലപ്പത്താറിലുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ടൂറിങ്ങിന് കുറേ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മെച്ചുക്ക, മണിഗോങ് ഈ 2 സ്ഥലത്ത് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. പക്ഷേ തത്തോ വരെ ഞാൻ അന്ന് ഞങ്ങൾ സാധാരണ അലോ വരെ ബസ്സിന് വന്ന് പിന്നെ അവിടുന്ന് ഇങ്ങനെ ടൂർ ചെയ്ത് വരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ട്രക്കിന് അലോയിൽ നിന്ന് ഏതെങ്കിലും കായിങ് വരെ, അല്ലെങ്കിൽ കായിങ്ങിൽ നിന്ന് ഉള്ളിലേക്ക് ഞങ്ങൾ ദരാക്, യോംച ആ ഏരിയ, ബോറി ഏരിയ, മിലിറ്ററി ട്രക്ക് ആണ് കൂടുതലുള്ളത്. അവരൊക്കെ നമ്മളെ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പം MSFS വൈദികര ഉള്ള മേഖല എവിടെയൊക്കെയാണ്? ഞങ്ങൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ലിക്കാബാലി, ബസാർ,
ആലോ, ദെൻ കായിങ്, തത്തോ. മറ്റേ സൈഡിൽ നിന്ന് ഞങ്ങൾ ജോനായി ആയിരുന്നു സെൻറ്റർ. ജോനായിൽ നിന്ന് ഞങ്ങൾ പസിഗട്ടിൽ നിന്ന് ഇങ്കിയോങ്, തുത്തിങ് ഏരിയ. തുത്തിങ് കഴിഞ്ഞ വർഷം CMI അച്ഛന്മാരെ ഏൽപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ പല കോൺഗ്രിഗേഷൻസും ഡയസിസുമായിട്ട് ബാക്കി വളർന്നു വരുന്ന സെൻറ്ററുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയും വളരാനായിട്ട് ഒത്തിരി മേഖലകൾ ഇവിടെ ഉണ്ട്. അത് ഇനിയും സമീപമായി തന്നെ ഇനിയും ഇടവുകൾ രൂപപ്പെടാം. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഇടവുകളിൽ ഉണ്ടാവുകയും കൂടുതൽ കോൺഗ്രിഗേഷൻസും ഡയസിഷൻ പ്രീസും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്ത് ഞങ്ങൾ ലക്കിംപൂർ മുതൽ ടിബറ്റൻ ബോർഡർ വരെ MSFSകാർ മാത്രമേ ഉള്ളായിരുന്നു. ഡയസിഷൻസോ അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻസോ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് കഴിഞ്ഞ കൊല്ലം തുത്തിങ്കിൽ CMI ഫാദേഴ്സ് വന്നതുകൊണ്ട് ആണ് ആദ്യമായിട്ട് പുറത്തുനിന്ന് അച്ഛന്മാർ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രവർത്തനങ്ങൾ ഈ മേഖലകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലും വൈദ്യര് കൂടുതലും മലയാളികളാണോ അതോ? ഇപ്പം ഞങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ആദ്യമായിട്ട് MSFSകാർക്ക് ഞങ്ങൾക്ക് ഒരു ആദി അച്ഛനുണ്ട്. കുറച്ച് പിള്ളേർ ഞങ്ങളുടെ പല ഫോർമേഷൻ സ്റ്റേജസുകളിലുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ ഈ ആദ്യമായിട്ട് വന്നവരെല്ലാം മലയാളി അച്ഛന്മാർ അവരുടെ ഒരു തീഷ്ണതയാണ് ഇതിവിടെ ഇത്രയും വളർത്തിയെന്ന് പറയാൻ പറ്റുമായിരിക്കും? ശരിക്കും അവർക്ക് അവരുടെ തീഷ്ണതയും അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. സാധാരണ ഒരു ഗ്രാമത്തിൽ ചെന്ന് അവിടുന്ന് ഞങ്ങൾ ഒരു യൂത്ത് ഗ്രൂപ്പ് ഫോം ചെയ്യും. അവിടുന്ന് അവർ ആ വില്ലേജുകാരെ നമ്മളെ അടുത്ത വില്ലേജിലേക്ക് കൊണ്ടുപോകും. അന്നേരം അത് 1 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ ഞാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നാലേ ഒരു ചിലപ്പം 10 കിലോമീറ്റർ 20 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസേ ഉള്ളാവുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈവൻ പല ഷോർട്ട് കട്ടുകൾ ഈ കത്തി ഉപയോഗിച്ച് നമ്മൾ കാടൊക്കെ വെട്ടി തെളിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ നടന്ന് പോയിട്ടുണ്ട്. നമ്മുടെ എനിക്കറിയാവുന്ന ഞാൻ പഠിക്കുമ്പോൾ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു അച്ഛനാണ് ഫാദർ ഷിജോ പോൾ. തീർച്ചയായും അച്ഛൻ്റെ ഒരു മരണത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ വളരെ വേദനയുണ്ട്. എന്നാലും MSF സഭയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെന്നും എനിക്കറിയാം. ഷിജോ പോൾ, ഞാൻ ആ സമയം ഷിജോ പോളിൻ്റെ റെക്ടറായിരുന്നു ഷില്ലോങ്ങിൽ. ഞാൻ 2012 പുള്ളിയുടെ ഓർഡിനേഷൻ ഞാനുണ്ടായിരുന്നു. ഓർഡിനേഷൻ കഴിഞ്ഞ് 2012 എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫറായി. ആ വർഷമാണ് ഷിജോ പോൾ. പുള്ളി ഭയങ്കര തീക്ഷ്ണതയുള്ള ഒരു അച്ഛനാണ്. നല്ല എനർജറ്റിക് ആയിട്ട്, പ്രത്യേകിച്ച് യൂത്ത് ആനിമേഷന് നല്ല അച്ഛനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാർഡാണെങ്കിലും ഞങ്ങൾ പുള്ളിയെ തത്വയിൽ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് ഈ അപകടം സംഭവിക്കുന്നതും എനിക്ക് തോന്നുന്ന ആ തീക്ഷ്ണതയുടെ ഒരു ആധിക്യം കൊണ്ടാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ അച്ഛൻ അന്ന് ഷില്ലോങ്ങിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് റാങ്ക് മേടിച്ച് അവാർഡും മേടിച്ച് തിരിച്ചു വന്നതായിരുന്നു. വന്നു കഴിഞ്ഞ് അവിടെ അന്ന് കാറ്റക്കിസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാറ്റക്കിസ്റ്റിന് തിരിച്ചു പോകാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് അവരെ എല്ലാം കൂടെ വില്ലേജിലേക്ക് വണ്ടി പോയതാണ്. അവരെ പോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വരുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, അപകടമുണ്ടായത്. അച്ഛനോടൊപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലേ? അച്ഛൻ്റെ കൂടെ ആ ഏരിയയിൽ നിന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അച്ഛൻ കൂട്ടിന് വേണ്ടി കൊണ്ടുപോയതാണ്. എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് മിക്കവാറും അച്ഛൻ ഭയങ്കര ടയേർഡായിരുന്നപ്പം വല്ലതും കർവ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയതാണോ? ഞങ്ങൾ ആ മണിക്കോർ വഴിയിലാണല്ലോ, ഞങ്ങൾ ആ വഴിയിൽ യാത്ര ചെയ്തിരുന്നു. അത്രമാത്രം ദുർഘടമായൊരു വഴിയാണെന്നുള്ളത്, എത്ര റിസ്ക്കുള്ള വഴിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അച്ഛാ, നമ്മളിപ്പോൾ ഈ മേഖലയിൽ പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്കൂളുകളാണല്ലോ. പലപ്പോഴും പലർക്കും സംശയമുണ്ട്, എന്താ ഈ അച്ഛന്മാർ പോയിട്ടുണ്ട് എല്ലായിടത്തും സ്കൂള് തുടങ്ങുന്നത്. സ്കൂളിപ്പം കേരളത്തിലൊക്കെ നമ്മൾ സ്കൂളുകൾ കാണുമ്പോഴത്തേക്ക് അച്ഛന്മാർക്ക് സ്കൂളുണ്ടാക്കാനേ പണിയുള്ളൂ എന്നൊക്കെയാണ്. ഇവിടെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ പ്രദേശങ്ങളിലൊക്കെ ഭയങ്കര നോട്ട് ഡെവലപ്ഡ് ഏരിയാസാണ്. അവർക്ക് എഡ്യൂക്കേഷനൊന്നും ആൾക്കാർക്കില്ല. പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ അവർ പല സ്ഥലത്തും ഗവൺമെൻറ് സ്കൂൾസുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരു ഫങ്ഷണലല്ല. അത് ശരിക്കും നടക്കുന്നില്ല. അന്നേരം അവർക്കറിയാം പല സ്ഥലങ്ങളിലും മിഷനറീസ് ചെന്ന് കഴിഞ്ഞ് ഉള്ള ഡെവലപ്മെൻറ്റ്,
അത് പ്രത്യേകിച്ച് അവർ എഡ്യൂക്കേഷനിൽ കൂടെയാണ്. പക്ഷേ നമുക്കായാലും ആ എഡ്യൂക്കേഷൻ ഭയങ്കര നെസസറിയാണ്. ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. കാരണം ഇവർ ഭയങ്കര പ്രാകൃതമായ രീതിയിലാണ് അവരുടെ ജീവിതചര്യകളും അവരുടെ ഓരോ പ്രത്യേകതകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ ഒരു പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയാലേ അതൊക്കെ അവർക്ക് മാറ്റി പുതിയൊരു തലമുറ സിവിലൈസ്ഡ് സിവിലൈസ്ഡ് ആണെന്ന് പറയാം. പക്ഷെ അവരുടേതായ സംസ്കാരങ്ങളും നന്മകളൊക്കെ ഉണ്ട്. അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണല്ലോ ഓടുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടൊരു നിയമത്തിലേക്ക് വരാൻ ചേട്ടാ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും പിതാവ് പറഞ്ഞതുപോലെ ഇത് സ്കൂളുകൾ ആവശ്യപ്പെട്ട ആൾക്കാർ വരുമ്പോഴും നമ്മുടെ സഭ അതിലേക്ക് പോകുന്നത് പള്ളി തുടങ്ങിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കടന്നു ചെല്ലാൻ ഒരു സാധ്യതയും കൂടെ ആയിട്ട് അത് നമ്മൾ ഏത് സ്ഥലത്തായാലും ആൾക്കാർക്ക് ഉപകാരപ്രദമായ മിനിസ്ട്രീസ് നമ്മൾ ചെയ്യണം. അവർക്കിപ്പോൾ എഡ്യൂക്കേഷൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്താലേ അവർക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. അതിൽ കൂടി ഇവരുടെ വിശ്വാസം നമ്മൾ വളർത്താൻ പറ്റും. അവരെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുമ്പം അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. അതിനനുസരിച്ച് ജീവിക്കാനും അവർക്ക് പറ്റും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് മിനിസ്ട്രിയാണ് ഈ ഏരിയയിൽ. MSF സഭ ഈ മേഖലയിൽ അരുണാചൽ മിഷനിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. 1975 മുതൽ നോർത്ത് ഈസ്റ്റിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ അവർ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ നന്മകൾ ചെയ്യാനായിട്ട് ദൈവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് എല്ലാവിധ ആശംസകളും നേരാം. അച്ഛാ താങ്ക് യു വെരി മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. മെച്ചുക്കയിലെ പുതിയ ഒരു മിഷൻ അനുഭവവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ജയ് ജെസു.